കരിനിയമമായ UAPA എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നത് മലയാളി വിദ്യാർത്ഥികളായ അലൻ്റെയും താഹയുടെയും പേരുകളാണ്. പന്തീരാങ്കാവ്, കോഴിക്കോട് പന്തീരാങ്കാവിലെ നിയമ വിദ്യാർത്ഥിയും ജേർണലിസം വിദ്യാർത്ഥിയുമായിരുന്ന അലനും താഹയും ഏതാണ്ട് 1.5 വർഷത്തോളം ജയിലിലടയ്ക്കപ്പെട്ടത് ഈ കരിനിയമത്തിൻ്റെ പേരിലാണ്. ഒരു പേര് കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ UAPA നിയമം, ഈ കരിനിയമം പാസാക്കിയെടുക്കാൻ മുൻകൈയെടുത്ത UPA സർക്കാരിലെ മൻമോഹൻ സിംഗ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം. അങ്ങനെ P. ചിദംബരത്തിനെയും ഇതിനിരകളായ 2 വിദ്യാർത്ഥികളെയും ഓർക്കാതെ നമുക്ക് UAPA എന്ന കരിനിയമത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. ചിദംബരമാകട്ടെ ഈ കരിനിയമം മാത്രമല്ല, നമ്മുടെ വിദേശ വിനിമയ നാണയ ചട്ടം, ആ കരിനിയമം പരിഷ്കരിച്ചതും ചിദംബരമായിരുന്നു. അപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ആ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ച് തന്നെയാണ് മോദി സർക്കാർ ചിദംബരത്തെയും 1 കൊല്ലത്തോളം ജയിലിലടച്ചത്. കാരണം സുബ്രഹ്മണ്യൻ സ്വാമിയെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ വിദേശ വിനിമയ നാണയ ചട്ടം പരിഷ്കരിച്ചത്. ആ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ താനും അതിനിരയാകും എന്നൊരിക്കലും ചിദംബരം വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഈ കരിനിയമം, UAPA എന്ന് പറയുന്ന കരിനിയമം, ദേശവിരുദ്ധ നിയമം, അതും കർക്കശമാക്കിയത്. അപ്പോൾ അലനെയും താഹയെയും വിപ്ലവ സാഹിത്യം കൊണ്ടു നടന്നു എന്നതിൻ്റെ പേരിൽ, വായിച്ചു എന്നതിൻ്റെ പേരിൽ വീട് റെയ്ഡ് ചെയ്ത് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ആ നടപടിയെ NIA കോടതി തള്ളിക്കളഞ്ഞിട്ട് പോലും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായിയോ CPMO തള്ളിക്കളഞ്ഞില്ല. നിയമസഭയ്ക്കകത്ത് അവർക്കെതിരെ, ഈ വിദ്യാർത്ഥികൾക്കെതിരെ കരിനിയമം ഉപയോഗിച്ചത് ന്യായീകരിച്ചുകൊണ്ടാണ് ആദ്യ അവസാനം മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ വാർത്തയാകുന്നത് നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് AS ജാഗയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് UAPA കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾക്ക് ജാമ്യം അർഹതപ്പെട്ടതാണ്, അവരെ ജയിലിലേക്ക് അയക്കാനല്ല, അവരെ ജാമ്യം നൽകി പുറത്തുവിടുന്നതിനെ കുറിച്ച് വേണം കോടതികൾ ചിന്തിക്കേണ്ടത് എന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ സന്ദർശനം നടത്തിയ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം ആരോപിച്ച് ബീഹാറിലെ തന്നെ ജലാലുദ്ദീൻ ഖാൻ എന്ന ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് തൻ്റെ വീടിൻ്റെ മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തു എന്നതായിരുന്നു ഈ മനുഷ്യനെതിരെ ഉന്നയിച്ച ആരോപണം. അതാണ് UAPA കേസിനിടയാക്കിയത്. അപ്പോൾ ആ കേസിൽ ഈ പറയുന്ന ജലാലുദ്ദീന് ജാമ്യം നൽകിക്കൊണ്ടാണ് വളരെ പ്രസക്തമായ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ദേശീയതയ്ക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ എഴുതി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും പ്രതിപക്ഷ നേതാക്കളെയും UAPA ചുമത്തി തുറുങ്കിലടയ്ക്കുന്ന ആ നടപടി അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നൽകുന്ന സന്ദേശം.